കഴിഞ്ഞ ദിവസം ഈ വള്ളി ഉപയോഗിച്ച് ഞാനിങ്ങനെ ഒരു റീൽസ് ഉണ്ടാക്കിയല്ലോ. പലർക്കും പലതരം അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എല്ലാ അഭിപ്രായങ്ങളും ഞാൻ മാനിക്കുകയാണ്. ചിലർ ചോദിച്ച് ഡോക്ടറെ നിങ്ങൾക്ക് ഭ്രാന്താണോ, ചിലർ ചോദിച്ച് ഡോക്ടറെ, അങ്ങനെ പലർക്കും പലരുടെയും മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാവുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോരുത്തരെയും മൈൻഡ് സെറ്റിനെയാണ് ഓരോരുത്തരുടെ. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്ന് ഈ വേളയിൽ പറയാതിരിക്കാൻ എനിക്ക് വയ്യല്ലോ. കാരണം അല്ലെങ്കിൽ പലർക്കും ഈ കമൻറ്റുകളെ യാഥാർത്ഥ്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ, നമ്മളുടെ എന്തിനു വേണ്ടി ഞാനിതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അറിയിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഉദ്ദേശം സഫലമാവില്ല. അതിന് സമൂഹം കൊടുക്കുന്ന അർത്ഥം മാറിപ്പോവും. ഈ വള്ളിയെ ഇതെൻ്റെ കൂടെ 24 മണിക്കൂറും എൻ്റെ ബാഗിലുണ്ടാവും. പിന്നെ വലിയ റെസ്റ്റൻ ട്യൂബ് ഞാൻ വെക്കാറുണ്ട്. ഇത് എപ്പോഴും ഉണ്ടാവില്ല. ഇതൊരു യാത്രയെ പോലും എൻ്റെ കയ്യിലുണ്ടാവും. എവിടെ നിന്നാണോ നമുക്കൊരു അവസരം കിട്ടുന്നത് അവിടുന്ന് ഇതിനെ ഇട്ടങ്ങോട്ട് പ്രയോഗിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ 14 സെക്കൻഡ് കൊണ്ട് ഞാൻ ആ റീൽസ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും, ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇന്നെ കൂടെ കുറേ ആയല്ലോ വീഡിയോ ഉണ്ടാക്കിയിട്ട്, ഒന്നും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആ വീഡിയോ അവിടെ ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വ്യായാമം ചെയ്യാൻ തോന്നി എനിക്ക്. കുറേ നേരം ഇങ്ങനെ കുത്തിയിരുന്നപ്പോൾ, കുറേ നേരം ഒരു മണിക്കൂർ കുത്തിയിരുന്ന് നമ്മൾ ജോലി ചെയ്താലേ ഒരു സിഗരറ്റ് വലിച്ചതിന് തുല്യ. സിഗരറ്റ് വലിച്ചാലുണ്ടാകുന്ന അപകടം നമ്മൾ പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചലിപ്പിക്കാൻ ഓരോ അവസരങ്ങൾ നോക്കും. അപ്പോൾ വേണം എനിക്ക് ശരീരത്തിന് ഇങ്ങനെ ചലിപ്പിച്ചൊരു റെസിസ്റ്റൻസ്, ഒരു ചെറിയ ഇൻറ്റൻസിറ്റി കുറഞ്ഞ വ്യായാമം ചെയ്താൽ മതി. പക്ഷെ അതിന് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക, എപ്പോഴും ഇങ്ങനത്തെ ഈ വള്ളി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു മിനി ഫോർമാറ്റാണ് ആ ഒരു റീൽസിൽ കാണിച്ചത്. ഒന്നും ചെയ്തിട്ടില്ല, ഞാനതിന് മെനക്കെട് ഒന്നും ചെയ്യുന്നില്ല. ഫോണിൽ എന്തെങ്കിലും ഒരു ട്രെൻഡിങ് പാട്ടെടുക്കും, ആ പാട്ടിനനുസരിച്ച് ആ പാട്ട് അവിടെ മുമ്പിൽ വെക്കും. എൻ്റെ കയ്യിൽ ഈ സെൽഫി സ്റ്റിക്ക് എപ്പോഴും ഉണ്ടാവും. ഈ സെൽഫി സ്റ്റിക്ക് ഉണ്ടാവും കയ്യിൽ. ഇതിങ്ങനെ അവിടെ വെക്കും. അല്ലാണ്ട് ഇതിനൊന്നും സമയം കളയല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഈ ഫോണും അവിടെ വെക്കും. എന്നിട്ട് പെട്ടെന്ന് ആ പാട്ട് വെക്കും, അത് അവിടെ ഇട്ട് ഇത് റെക്കോർഡ് ചെയ്യും. അത് ഇൻസ്റ്റാഗ്രാമിലാണ് റെക്കോർഡ് ചെയ്യുക, അതിൽ ലൈവ് ഇടും. പിന്നെ അതിൽ നിന്ന് ഒരു ആപ്പ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടും. അങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. ആരും ഒന്നും വിചാരിക്കേണ്ട. എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. നമ്മൾ കിട്ടുന്ന ഒരു കൊച്ചു സമയമാണെങ്കിൽ പോലും നമ്മൾ വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യേണ്ട ചെറിയ ചെറിയ കൊച്ചു പോക്കറ്റ് ജിമ്മ് പോലെ പ്രവർത്തിക്കുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കുക. വളരെ ഹെൽപ്ഫുള്ളാണ് അതൊക്കെ. പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. ഞാൻ ഡ്യൂട്ടിയിലാട്ടോ, അതാ.